നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ് എന്ന തീവ്രവാദ സംഘടനയിലെ അംഗമാണ് റിജീന ബസ്മത്രി എന്ന് അസമിലെ ബസ്സ ജില്ലയിൽ നിന്നെത്തിയ പോലീസാണ് സ്ഥിരീകരിച്ചത്. തീവ്രവാദ സംഘടനയിൽ ബിറോങ് എന്ന പേരിലാണ് ബസ്മത്രി അറിയപ്പെടുന്നത്. അസമിലെ തോട്ടമുടമയിൽ നിന്ന് തീവ്രവാദ സംഘടനയുടെ പേരിൽ 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലാണ് ബസ്മത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 2 കലാപങ്ങളിലായി 140 പേരെ കൂട്ടക്കൊല നടത്തിയ സംഭവത്തിൽ ബസ്മത്രിക്ക് പങ്കുള്ളതായാണ് അസം പോലീസ് കേരള പോലീസിനോട് പറഞ്ഞത്. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. ഇപ്പം ഒരു കേസിൽ നമ്മൾ ഇത് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കേസ് മാത്രമാണ് നമ്മൾക്കിപ്പം അവർ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ട് പലതും ഉണ്ടെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ബസ്മത്രിക്കൊപ്പം കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് പിടിയിലായ അസം സ്വദേശി സ്വരണിനെയും കേരള പോലീസ് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ല. ബസ്മത്രി കൂടാതെ തീവ്രവാദ ബന്ധമുള്ള ഒരാൾ കൂടി കൊല്ലത്തേക്ക് കടന്നിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരം. ഇത് ബസ്മത്രിയുടെ സഹോദരൻ രൂപാലാകാമെന്നാണ് അസം പോലീസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.